الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി ഒരു മുവഹ്ഹിദായി, മുഖ്ലിസായി, മുഅ്മിനായി, മുസ്ലിമായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനായി, മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് സർവശക്തനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് സാധാരണഗതിയിൽ മരിക്കുന്ന കുറെ മനുഷ്യർ. സാധാരണ എന്ന് പറയുന്നത് ഒരു മരണത്തെ പ്രതീക്ഷിച്ച് രോഗശയ്യയിൽ ഹോസ്പിറ്റലിലും വീട്ടിലുമൊക്കെയായി കുറെ വർഷങ്ങളായിട്ടുള്ള അസുഖത്തിന്റെ കാഠിന്യം കൊണ്ട്, പ്രായാധിക്യം കൊണ്ട് കിടക്കുന്ന അയാളും കുടുംബക്കാരുമൊക്കെ അങ്ങനെ ഒന്ന് സംഭവിക്കാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം. പെടുന്നനെയുള്ള അപകടങ്ങളിൽപ്പെട്ട് ലോകത്ത് കുറെ മനുഷ്യർ മരിക്കും. ഫലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കഠിന ഹൃദയരായ ക്രൂരന്മാരുടെ അക്രമങ്ങൾക്കിരയായി കുറെ മനുഷ്യർ ലോകത്തോട് വിട പറയും. പരിശീലനം നൽകിയ വേട്ടനായകളെ പോലെയുള്ള നായകളെ കിടന്നുറങ്ങുന്ന ഉമ്മമാരിലേക്ക് തുറന്നുവിട്ട് അതിക്രമം നടത്തി കൊലപാതകങ്ങളുടെ വാർത്ത ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ ലോകത്തുനിന്ന് മരിച്ചു പോകേണ്ടവരാണ്. എല്ലാ മനുഷ്യരും, മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെ ജനിച്ചു വളർന്നവരെല്ലാവരും മരിക്കണമെന്ന കാര്യത്തിൽ ആരും തർക്കിക്കാത്തവരാണ്. എല്ലാം അപ്പോഴല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ മരണത്തിന് ശേഷമല്ലേ, അതൊക്കെ ഖബറിലെത്തിയിട്ടല്ലേ. ഇസ്ലാമികമായ ഈ ചിന്തകളും ആലോചനകളും ഒക്കെ ഉണ്ടാകുമ്പോ, സംസാരിക്കുമ്പോ ചില മനുഷ്യർ പറയുന്ന വാക്കാണ് നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ പരലോകബോധത്തിൽ ഉറച്ചു നിൽക്കാൻ, മരണബോധത്തിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും നല്ല സാഹചര്യം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ലക്ഷ്യമില്ലാതെ ഭൂമിയിലേക്ക് ഇങ്ങനെ കുറെ ജീവജാലങ്ങളൊക്കെ പടച്ചു വിട്ടതുപോലെ
നിങ്ങളെയും വെറുതെ ഇങ്ങ് പടച്ചുവിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജീവികളെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു വിട്ടതിന്റെ പിന്നിലെ രഹസ്യം അല്ലാഹു പറഞ്ഞത് ബുദ്ധിയുള്ള, വിവേചന ശക്തിയുള്ള, തിരിച്ചറിവുള്ള മനുഷ്യർക്ക് വേണ്ടി എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഭൂമിയിലുള്ള എല്ലാം, ലോകത്തുള്ള എല്ലാം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും അല്ലാഹു സംവിധാനിച്ചത്, മനുഷ്യർക്ക് വേണ്ടി. അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ, അവർക്ക് രക്ഷ, അവർക്ക് സ്വർഗം, അവർക്ക് നരകം, അവർക്ക് വേണ്ടിയാണ് ലോകത്തെ എല്ലാ സംവിധാനങ്ങളും. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളെ വെറുതെ വിട്ടതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിങ്കിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയില്ല എന്ന ഒരു ചിന്തയിലാണോ നിങ്ങൾ നിലകൊള്ളുന്നത്? ഇത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിച്ച ചോദ്യമാണ്. അലി റളിയല്ലാഹു അൻഹു ഇത്തരം സംഭവങ്ങളെയും ആയത്തുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും എല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്ന വാക്കുണ്ട്, കുനു മിന്ന ബിനാഇൽ ആഖിറ, മനുഷ്യരെ നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി മാറണം. ബുദ്ധിയുള്ളവർ പരലോകത്തിന്റെ മക്കളായി മാറണം. വലാ തകൂനു മിന്ന ബിനാഇ ദുനിയ, നിങ്ങൾ ഈ ദുനിയാവിന്റെ ഐഹിക ലോകത്തിന്റെ ആളുകളായി, മക്കളായി മാറരുത്. എന്നിട്ട് അലി റളിയല്ലാഹു, നല്ല പ്രഭാഷകനാണ്, സാഹിത്യകാരനാണ്, അലി റളിയല്ലാഹു പറഞ്ഞു, ഫഇന്നൽ യൗമ അമലുൻ വല ഹിസാബ്, ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്, വിചാരണയില്ല. ഇവിടെ നാട്ടിലെ വിചാരണയും കോടതിയും ഒക്കെ അങ്ങനെയുള്ള ചില കേസുകളിൽ അകപ്പെട്ടവർക്കാണ്. സാധാരണ പോകുന്നവർക്ക് ഇവിടെ എന്ത് വിചാരണയാണുള്ളത്? അതൊരു ദുനിയാവിലെ വിചാരണ മാത്രമാണ്. ശരിയും തെറ്റുമാവാം, അബദ്ധങ്ങൾ ജഡ്ജിമാർക്ക് സംഭവിക്കാം. എന്നാൽ മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമറിയുന്ന, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ റബ്ബിന്റെ നീതിപൂർവമായ കോടതി, ആ കോടതി ഇന്നില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഇന്നൽ യൗമ അമലുൻ വല ഹിസാബ്, ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്, നിങ്ങൾക്ക് വിചാരണയില്ല. വഗദൻ, നാളെ ഹിസാബുൻ വല അമലുൻ, നാളെ പിന്നെ പ്രവർത്തനമില്ല, വിചാരണ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ലോകത്ത് കാര്യമില്ല. ഇനി ഞങ്ങൾ പ്രവർത്തിക്കാമെന്ന് ഏതെങ്കിലും മനുഷ്യൻ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹുവിനോട് പറഞ്ഞാൽ പ്രയോജനമില്ല. മരണം തൊണ്ടക്കുടിയിൽ എത്തുന്നതിന് മുമ്പ് നടത്തുന്ന പശ്ചാത്താപങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഗറഗറ ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ട് മരണത്തിന് കീഴൊതുങ്ങുന്ന സമയം, പടച്ചവനെ ഞാൻ ശരിയാകാം, എനിക്ക് പുറത്തു തരണമേ, സമയം നൽകണമേ എന്ന് പറഞ്ഞാൽ തരുന്ന പ്രശ്നമില്ല, സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത് എന്ന് നോക്കണം. ഇന്ന് ലോകത്ത് എത്രയോ മനുഷ്യർ മരിച്ചിട്ടുണ്ട് ഈ ജുമഅയുടെ മുമ്പ്. നിങ്ങൾ കേട്ടതാണ്, ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നുണ്ട് എന്നത്. അത് ലോകത്തിന്റെ കണക്കാണ്, ആരും നിഷേധിക്കാത്ത കണക്കാണ്. ഒരു സെക്കൻഡിൽ ലോകത്തെ മിനിമം 3 പേരെങ്കിലും മരിക്കുന്നു. പലപ്പോഴായി നിങ്ങൾ കേട്ടതാണ്. അപ്പൊ ഒരു സെക്കൻഡിൽ ലോകത്ത് മിനിമം 3 പേരെങ്കിലും മരിക്കുന്നു എന്ന് പറയാൻ, ആ സെന്റൻസ് പറയാൻ ഒരു 3-4 സെക്കൻഡ് വേണം. 4 സെക്കൻഡ് സമയമെടുത്താൽ അപ്പോഴേക്കും 3 12 പേരെങ്കിലും ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നർത്ഥം. ഇത് തമാശയാണോ? ഒരു മിനിറ്റിൽ 180 ആളാണ് ലോകത്ത് നിന്ന് മരിക്കുന്നത്. ഇത് ലോകത്തിന്റെ കണക്കാണ്. എന്നാൽ ഈ പള്ളിയിൽ എത്രയോ മിനിറ്റുകളായി, സമയമായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും മരണപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് മരണം ലോകത്ത് സംഭവിക്കുന്നില്ല എന്നാകുമോ? ഒരു മിനിറ്റിൽ 180ഓളം ആളുകളാണ്. 10 മിനിറ്റ് കൊണ്ട് 1800 ആളുകളാണ് ലോകത്ത് നിന്ന് മരിച്ചു വീഴുന്നത്. സാധാരണ മരണത്തിന്റെ കണക്കാണ് ഈ പറയുന്നത്. കൊലപാതകങ്ങളും ബോംബേറുകളും അതിനപ്പുറമുള്ള ദാരുണമായ ആപത്തുകളും വിപത്തുകളും ഒക്കെ അത് വേറെ കണക്കിലേക്ക് ചേർക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് ലോകം അംഗീകരിക്കുന്ന കണക്കാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കണം, എന്ത്, ഞാൻ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? വത്തഖുല്ലാഹ്,
ഈ ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, അവൻ അതിസൂക്ഷ്മമായി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അറിയുന്നവനാണ്. അങ്ങനെ അറിയുന്ന ഒരേ ഒരു ശക്തിയെ ലോകത്തുള്ളൂ. നമ്മുടെ ഉമ്മക്കറിയില്ല, നമ്മുടെ വാപ്പക്കറിയില്ല, കൂടെ കിടക്കുന്ന ഭാര്യക്കറിയില്ല, ഭർത്താവിനറിയില്ല. നമ്മൾ ഏറെ പ്രതീക്ഷകളോടുകൂടി പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കൾക്കറിയില്ല, മക്കളെ കുറിച്ച് നമുക്കറിയില്ല. കാരണം അതിസൂക്ഷ്മമായ അറിവ്, ഇവന്റെ രാത്രിയും പകലും, ഇവന്റെ ഇരുട്ടും വെളിച്ചവും, ഇവന്റെ അന്ത്യയാമങ്ങളും, ഇവന്റെ രഹസ്യ പരസ്യങ്ങൾ, ഇവന്റെ ജീവിതത്തിന്റെ എല്ലാവിധ നിമിഷങ്ങളും എങ്ങനെ പോകുന്നു എന്നതറിയുന്ന ലോകത്തിലെ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അതാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഹാസിബു ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നിങ്ങളെ വിചാരണ ചെയ്യണം. വിചാരണ വരുന്നുണ്ട് എന്നറിയുന്നവരായി പള്ളിയിൽ വന്നവര്, നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയുണ്ട് എന്നറിയുന്നവരാ ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ ഹാസിബു അൻഫുസകും, നമ്മൾ നമ്മളെ ഒന്ന് വിചാരണ നടത്തുക. എപ്പോ? ഖബല അൻ തുഹാസബു, നിങ്ങൾക്ക് വിചാരണ വരുന്നതിന് മുമ്പ്. നമ്മൾ നടത്തി നോക്ക്. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയം, ഈ ജുമാ കഴിഞ്ഞ്, നമസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോ കുറച്ച് സമയം ദീർഘമായി ഇരുന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ ഇന്നലകളെ കുറിച്ച് ആലോചിക്കുക. ഈ ജുമാ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇട്ടുകൊടുക്കുക. ഉത്തരം തികട്ടി വരും. അങ്ങനെ ഒരു വിചാരണ ഞാനും നിങ്ങളും നടത്തണമെന്നതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് മരിക്കും, എപ്പോ മരിക്കും, എങ്ങനെ മരിക്കും എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും അറിയില്ല. വിവാഹ ദിവസം പുതുമണവാളൻ നിക്കാഹിന് മുമ്പ് മരിച്ച വാർത്ത പത്രത്തിലില്ലേ, വാർത്തയിൽ വന്നിട്ടില്ലേ? വിവാഹ ഉദ്ദേശാർത്ഥം പ്രിയപ്പെട്ടവരെ സഞ്ചരിക്കുന്ന വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് പുതുമണവാട്ടിയും പുതുമണവാളനും ഒക്കെ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടില്ലേ? എയർപോർട്ടിൽ പ്രതീക്ഷയോടുകൂടി തന്റെ ഉപ്പയെ കാത്തിരിക്കുന്ന, ഭർത്താവിനെ കാത്തിരിക്കുന്ന, ബ്രദറെ കാത്തിരിക്കുന്ന, ജേട്ടനെ കാത്തിരിക്കുന്ന, അനിയനെ കാത്തിരിക്കുന്നവർക്ക് അവരുടെ മയ്യത്ത് കയ്യിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് മരണം എവിടെ, എപ്പോ എന്നൊന്നും നമുക്കാർക്കും നിശ്ചയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മരണചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഏത് സമയത്തും ഉണ്ടാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മുടെ മരണം എവിടെ വെച്ചാണ് അള്ളാഹു നിശ്ചയിച്ചത്? തൃശ്ശൂരിലാണോ, എറണാകുളത്താണോ, അങ്ങ് കോട്ടയത്തോ, കൊല്ലത്തോ, തിരുവനന്തപുരത്താണോ, കേരളത്തിനപ്പുറമാണോ? അല്ല, നമ്മുടെ വീട്ടിലാണോ? പ്രിയപ്പെട്ടവരെ, എവിടെയാണോ നമ്മുടെ മരണം നിശ്ചയിച്ചത്? വിദേശ രാജ്യങ്ങളിലാണോ? വിദേശ രാജ്യത്തുള്ളവരുടെ മരണം ഇനി നാളെ നാട്ടിൽ വെച്ചാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖല അല്ലാഹു ലിഅബ്ദിൻ, ഒരു അടിമക്ക് അല്ലാഹു തആല അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ ഔ ഖാല ബിഹാ ഹാജ, ഒരു അടിമക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ് അവന്റെ മരണം നിശ്ചയിച്ചതെങ്കിൽ അവിടേക്ക് പോവാൻ, അവിടെ എത്താൻ അവന്റെ മുമ്പിൽ ഒരു ആവശ്യത്തെ അല്ലാഹു ഇട്ടുകൊടുക്കും. ആ ആവശ്യത്തിന് വേണ്ടി അവൻ പോവുക തന്നെ ചെയ്യും. എങ്ങനെ? നമ്മുടെ മരണം സൗദിയിൽ വെച്ചിട്ടാണ്, പോവാൻ ഇപ്പൊ ഉദ്ദേശമൊന്നുമില്ല, എല്ലാരും പറഞ്ഞു പോയിക്കോന്ന്. അങ്ങനെ പ്രേരിപ്പിച്ചു, നമ്മളെ ഇന്ന് വേണ്ട പേപ്പർ റെഡിയാക്കി, ടിക്കറ്റ് എടുത്തു, നമ്മൾ പോയി. നാളെ അവിടെ എത്തിയ ഒരാൾ, ഇന്നലെ അവിടെ എത്തിയ ഒരാൾ, മിനിഞ്ഞാന്ന് അവിടെ എത്തിയ ഒരാൾ, നാളെ എത്താൻ പോകുന്ന ഒരാൾ അവിടെ വെച്ച് മരണപ്പെടുമ്പോ നമ്മൾ പറയും, ഇതെന്തൊരു അത്ഭുതമാണ്, മരിക്കാനായി യാത്ര ചെയ്തു. ഇപ്പൊ വിദേശത്തുള്ള ഒരാൾ നാളെയോ മറ്റന്നാളെയോ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് അവൻ തീരുമാനം മാറ്റുന്നു, കൂട്ടുകാരോട് പറയുന്നു, റൂമിലുള്ളവരോട് പറയുന്നു, ഞാൻ നാട്ടിലേക്ക് പോവാണ്, എന്തേ, ഒരു അത്യാവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം അവൻ പറയും. അവന്റെ മരണം നിശ്ചയിച്ചത് പടച്ചവൻ അവന്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ, അവന്റെ നാട്ടിൽ വെച്ചാണെങ്കിൽ അവർ പറയും, ഇപ്പൊ ശ്രമിച്ചാൽ നടക്കുമോ, നാളെ പോവാൻ? ശരി, ശ്രമം നടത്തി. അവന്റെ പാസ്പോർട്ട് വേറൊരാളുടെ കയ്യിലാണ്, അത് അവന്റെ കയ്യിലെത്തി, അവന് ടിക്കറ്റ് കിട്ടി. ശരി, കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഭാഗ്യം അങ്ങനെ സാധാരണ കിട്ടാറില്ല, അതൊക്കെ ഒരു ഭാഗ്യമായി നമ്മൾ കണക്കാക്കുന്നു. അവൻ നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിൽ വെച്ച് മരണവാർത്ത എത്തിയ ഉടനെ മണിക്കൂറുകൾക്കകം മരണവാർത്ത എത്തുമ്പോൾ മരിക്കാനായി നാട്ടിലേക്ക് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു ഇദാ ഖല അല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബി അർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ, എവിടെ വെച്ചാണോ റബ്ബ് അവന്റെ മരണം നിശ്ചയിച്ചത് അവിടേക്ക് പോകാൻ അല്ലാഹു തആല
അവന്റെ മുമ്പിൽ ഒരു ആവശ്യം നിശ്ചയിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മരണം നമ്മൾ യാത്രയിലായിരിക്കാം, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കാം, നമ്മുടെ വാഹനത്തിലിരിക്കുമ്പോഴായിരിക്കാം, ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ വെച്ച് നമുക്ക് ഹൃദയസ്തംഭനം സംഭവിച്ച് മരിക്കുന്ന ആളുകളെ, തളർന്നു വീണ് മരിക്കുന്ന ആളുകളെ, കൊടഞ്ഞു വീണ് മരിക്കുന്ന ആളുകളെ, യുവാക്കളാണെന്ന് ആരോഗ്യ ദൃഢഗാത്രന്മാരാണെന്ന് വിചാരിക്കുന്നവർ പെട്ടെന്ന് മരിച്ചു വീഴുന്ന വാർത്തകൾ നമ്മൾ പറയുന്നു. കൊറോണയ്ക്ക് ശേഷം യുവാക്കൾ ധാരാളമായി മരിച്ചു വീഴുന്നു എന്ന് പലരും പല കണക്കുകളും കാര്യങ്ങളും ഗവേഷണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നു. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ മരിക്കുന്നു എന്നത് സത്യമല്ലേ? അല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു, നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. എന്ത്? ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ആസ്വാദനങ്ങളെ മുഴുവനും മുറിച്ചു കളയുന്ന മരണബോധം ധാരാളം വർദ്ധിപ്പിക്കണം. ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്നതാണ്. നമ്മൾ പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ വീട് കെട്ടണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആസ്വദിക്കണം, മക്കളെ കുട്ടി ഇങ്ങനെ യാത്രയാവണം, ഭാര്യയെ കുട്ടി ഇങ്ങോട്ട് പോകണം, ഉമ്മയെ കുട്ടി പോകണം. പലതും സ്വപ്നം കാണുന്നു. സ്വപ്നങ്ങൾ കാണുന്നതിന് ഇസ്ലാം പ്രശ്നമാക്കിയിട്ടില്ല. നമുക്ക് മുമ്പേ കാര്യങ്ങൾ ആലോചിക്കുന്നതിനോ തീരുമാനിക്കുന്നതിനോ പ്രശ്നമില്ല. പക്ഷെ അവിടേക്ക് എത്തുക എന്നത് ഞാനും നിങ്ങളും പരിശ്രമം മാത്രമാണ് നടത്തുന്നത്. എത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. നമ്മൾ നാട്ടിൽ ഒരു പള്ളി ആഗ്രഹിച്ചിരുന്നു, മദ്രസ ആഗ്രഹിച്ചിരുന്നു. മരണക്കുറിപ്പിൽ ആളുകൾ പറയും, അയാൾ ആഗ്രഹിച്ചതാണ് ഈ മദ്രസ, തറക്കല്ലിട്ടത് അയാളായിരുന്നു, പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ആഗ്രഹിക്കാൻ നമുക്ക് നന്മയെക്കുറിച്ച്, പക്ഷേ ആഗ്രഹത്തിന്റെ സാഫല്യം നടക്കാൻ എനിക്കോ നിങ്ങൾക്കോ ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സർവ ആസ്വാദനങ്ങളെയും സർവ ലദ്ദത്തുകളെയും സർവ ടേസ്റ്റുകളെയും മുറിച്ചു കളയുന്ന ഒന്നാണ് മരണം. അതിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ പണ്ഡിതൻ അദ്ദഖാഖ് റഹിമഹുല്ല പറയുകയാണ്, മൻ അക്സറ ദിക്റൽ മൗത്ത്, ധാരാളമായി മരണത്തെ ഓർക്കുന്ന ഒരാൾ. ഈ പദങ്ങൾ ഖുതുബ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഈ മഹാനായ പണ്ഡിതൻ പറയാണ്, 3 കാര്യങ്ങളെ കൊണ്ട് മരണബോധം ധാരാളം മനസ്സിൽ വെക്കുന്നവരെ അള്ളാഹു ആദരിക്കും. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത്, മൻ അക്സറ ദിക്റൽ മൗതി, ആരെങ്കിലും മരണബോധം ധാരാളമായിട്ടുണ്ടെങ്കിൽ അക്രമഹുല്ലാ, അള്ളാഹു അവനെ ആദരിക്കും. ബിസലാത്തിൻ, 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. പടച്ചോനെ എനിക്ക് മരിക്കണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താ ജോലി? കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, എന്റെ കൂടെ വാ, എന്റെ കൂടെ ഇങ്ങനെ നടന്നാ മതി, എനിക്ക് ഞാനൊരു ചെറിയ സാലറി തരാം, നീ എന്റെ കൂടെ നടക്കണം. എപ്പോഴും മാർക്കറ്റിലേക്ക് പോകുമ്പോ, അങ്ങാടിയിലേക്ക് പോകുമ്പോ, കവലയിലേക്ക് പോകുമ്പോ നീ എന്റെ കൂടെ ഉണ്ടാവണം. എന്നിട്ട് ആൾക്കൂട്ടങ്ങളും സർക്കസുകളും കോമാളിത്തരങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോ മരണം എന്നോട് പറയണം, അതാ നിന്റെ ജോലി, വേറെ ജോലിയൊന്നും ചെയ്യണ്ട. മരണം ഉമറേ, മരണം എന്ന് പറയണം. എങ്ങനെ? എത്രമാത്രം പരലോകത്തെ ഓർക്കുന്ന മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയാ, എന്റെ കൂടെ നടക്കണം, മാർക്കറ്റിലേക്ക് വരുമ്പോ, അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ മരണം എന്ന് എന്നെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം, അതാ നിന്റെ ഡ്യൂട്ടി എന്ന്. അങ്ങനെ നിങ്ങൾ മരണത്തെ ധാരാളം ഓർക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു 3 തരത്തിൽ ആദരിക്കുമെന്ന് ആരാ? ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്തോട് പറയുന്നു. ഏതാണ് ആദരവ്? 1, ബിതഅജീലി തൗബ, നന്നായി ഒരു തെറ്റ് ചെയ്താൽ, ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ, ജീവിതത്തിൽ ഒരു പ്രയാസം സംഭവിച്ചാൽ ഉടനെ സംഭവിച്ചു പോയല്ലോ എന്ന കുറ്റബോധത്തോടുകൂടി ധൃതിപ്പെട്ട തൗബ ചെയ്യാൻ അവന്റെ മനസ്സിനെ അള്ളാഹു പ്രേരിപ്പിക്കും. അത് അള്ളാഹു കൊടുക്കുന്ന ഇക്റാമാണ്, ആദരവാണെന്ന് ദഖാഖ് റഹിമഹുല്ല പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, വഖനാഅത്തുൻ ഫിൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ഹൃദയം, ഒരു മനസ്സ് അള്ളാഹു അവന് സമ്മാനിക്കും. എത്രയോ ജോലിയുണ്ട്, ധാരാളം ഓട്ടമാണ്, 24 hours ജോലിയാണ്, ഉറക്കം കുറവാണ്, യാത്രയിലാണ്, ഓട്ടത്തിലാണ്. എന്റെ കുടുംബങ്ങളിൽ, ബന്ധുക്കളിൽ ഒരു ബറക്കാത്തില്ല എന്ന് പറയാണ്. എനിക്കറിയില്ല, ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഒരു തൃപ്തിയാവുന്നില്ല, ഒരു ബറക്കത്ത് കിട്ടുന്നില്ല എന്നൊക്കെ. ചില ആളുകൾ ആകെ 500 രൂപയാണ് ആകെ കിട്ടുന്ന വരുമാനം. തൃപ്തിയോടുകൂടി ഉള്ള കൂരയിൽ ഉള്ളത് കഴിച്ച് തന്റെ ഭാര്യയും തന്റെ മക്കളും തന്റെ ബന്ധുക്കളുമായി വളരെ സംതൃപ്തിയോടുകൂടി ഖനാഅത്തോടുകൂടി ജീവിച്ചു പോകുന്നത് കാണാം. അള്ളാഹുവിന്റെ പ്രവാചകനെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്. എന്താ പറഞ്ഞത്? മരണബോധമുള്ള മനുഷ്യന് അള്ളാഹു നൽകുന്ന 3 ആദരവുകളാണ്. ഒന്നേതാ? ബിതഅജീലി തൗബ, നന്നായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, വേഗത്തിൽ തൗബ ചെയ്യാൻ, പെട്ടെന്ന് തൗബ ചെയ്യാൻ. പടച്ചവനെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എന്റെ വാക്കിൽ അബദ്ധം പറ്റി അള്ളാഹുവേ, എന്റെ പ്രവൃത്തിയിൽ അബദ്ധം പറ്റി റബ്ബേ, എന്റെ കാഴ്ചയിൽ അബദ്ധം സംഭവിച്ചു റബ്ബേ,
എന്റെ നാവിൽ പിഴവ് സംഭവിച്ചു റബ്ബേ, നീയല്ലാതെ മാപ്പ് തരാൻ ആരുമില്ല നാഥ, നീ എനിക്ക് മാപ്പ് നൽകണേ. ബിതഅജീലി തൗബ. 2 വഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്. 3 വനശാത്തിൻ ഫിൽ ഇബാദ, ചെയ്യുന്ന ആരാധനയിൽ ഉന്മേഷത്തോടുകൂടി ഇബാദത്ത് ചെയ്യാൻ. ചില ആളുകൾ നിസ്കരിക്കും, വീട്ടിലൊക്കെ നമ്മളെ മക്കള്, നമ്മുടെ മോള്, നമ്മുടെ മരുമകള്, നമ്മുടെ മരുമകന്, നമ്മുടെ മോന്, പലരും ഇങ്ങനെ നിർബന്ധിക്കേണ്ടി വരിക, അനുജനോട് നിർബന്ധിക്കേണ്ടി വരിക, ഭാര്യയോട് നിർബന്ധിക്കേണ്ടി വരിക. ഒരു നശാത്തില്ല ഇബാദത്തില്. ആർക്കൊക്കെ വേണ്ടി ഇങ്ങനെ യാന്ത്രികമായി ഇബാദത്തുകൾ ചെയ്യുന്ന മനുഷ്യര്. ചില ആളുകൾ നന്നായി ഒതുവെടുത്ത് എന്റെ എല്ലാ ഭാഗവും നനയേണ്ട ഭാഗങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ടോ, സൂക്ഷ്മത വരുത്തി, വസ്വാസിലേക്ക് പോവേണ്ട ആവശ്യമില്ല, സൂക്ഷ്മത വരുത്തി നേരാവണ്ണം പള്ളിയിൽ വന്നിരുന്ന് അതേ തഹയ്യത്ത് നമസ്കരിച്ച് ജമാഅത്തിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ദിക്റുകൾ ചൊല്ലി ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് 4 റക്അത്തോ 2 റക്അത്തോ 3 റക്അത്തോ ഒക്കെ നമസ്കരിക്കുമ്പോ നല്ല ഭക്തിയോടുകൂടി നിർവഹിച്ച് അതേ ഒരു ഉന്മേഷത്തോടുകൂടി ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരാളുടെ മുമ്പിലും കുനിക്കാത്ത എന്റെ മുഖം, എന്റെ നെറ്റിയും എന്റെ മൂക്കുമെല്ലാം നിലത്ത് കുത്തിവെച്ച് എന്റെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണമാണിത്. ഞാൻ റബ്ബുമായി നടത്തുന്ന സംഭാഷണമാണിത്. എന്റെ റബ്ബിന്റെ മുമ്പിലേക്കാണ് ഞാൻ വന്നത്. ഇത് ആവേശത്തോടുകൂടി, ഉന്മേഷത്തോടുകൂടി, ആദർശബോധത്തോടുകൂടി നിർവഹിക്കാൻ മരണബോധമുള്ള മനുഷ്യൻ അള്ളാഹു ഇക്റാമു നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാ 3 കാര്യങ്ങൾ ഖുതുബി കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലുണ്ടാവണം. 1 ബിതഅജീലി തൗബ, പെട്ടെന്ന് തൗബ ചെയ്യുക. ചില ആളുകൾ നന്നാവണം, ശരിയാവണം, എനിക്ക് ക്ലിയർ ആയിട്ട് നന്നായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ആയിട്ടില്ല. ഇനി എന്നാവുക? ഇന്ന് രാത്രി മരിച്ചാലോ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിട പറഞ്ഞാലോ? ചില ആളുകളുടെ മനസ്സിലുണ്ട് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല, ശരിയാകണം, പക്ഷെ വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് തൗബ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ആ തെറ്റിനോട് രാജി പറഞ്ഞ് പെട്ടെന്നനെയുള്ള തൗബ ചെയ്യാനുള്ള മനസ്സ്. 2 കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. 3 ഇബാദത്തിൽ ഒരു നല്ല ഉന്മേഷത്തോടുകൂടി ഇബാദത്ത് നിർവഹിക്കാൻ. ഏതൊക്കെ? ബിതഅജീലി തൗബ വഖനാഅത്തിൻ ഫിൽ ഖൽബ് വനശാത്തിൻ ഫിൽ ഇബാദ. ഈ 3 കാര്യങ്ങൾ മരണബോധമുള്ളവർക്ക് അല്ലാഹു സമ്മാനിക്കുമെന്ന് അദ്ദഖാഖ് റഹിമഹുല്ലാ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം തുടർന്നു, വമൻ നസിയൽ മൗത, ആരെങ്കിലും മരണത്തെ മറന്നുപോയാൽ ഈ 3 കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് സംഭവിക്കും. അഖബഹുല്ലാ, അല്ലാഹു അദ്ദേഹത്തെ ശിക്ഷിക്കും. ബിസലാത്തിൻ, 3 കാര്യങ്ങളെ കൊണ്ട്. എന്താണ് ആ ശിക്ഷ? ബിതസ്ബീഫി തൗബ, തൗബയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറും, തൗബയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറും. ചെയ്യണം, ശരിയാകണം, നീട്ടി 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 കൊണ്ടുപോകും. വതർക്കിർ റിളാ ബിൽ ഖലീൽ, കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവന്റെ മനസ്സിന് കഴിയില്ല. അവൻ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ്, അയൽവാസിയുടെ വീട് നോക്കുകയാണ്, അപ്പുറത്ത് ഗൾഫിൽ നിന്ന് വന്നവന്റെ ജീവിതത്തെ പരിശോധിക്കുകയാണ്. എന്നിട്ട് ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഠിന പരിശ്രമം നടത്തുമ്പോ അരുതാത്തതിലേക്ക് പോവുകയാണ്. റബ്ബിന് ഇഷ്ടപ്പെടാത്ത വഴി തേടുകയാണ്, പടച്ചവന് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ വഴികൾ തേടുകയാണ്. എന്താ ഇവിടെ പറഞ്ഞത്? വതർക്കിർ റിളാ, തൃപ്തി അവൻ ഉപേക്ഷിച്ചു. എങ്ങനെ? ബിൽ ഖലീൽ, കുറച്ചേ ഉള്ളൂ, അതിനെ തൃപ്തിപ്പെടാൻ അവന് കഴിയുന്നില്ല. വതഖാസുലി ഫിൽ ഇബാദ, ഇബാദത്തിലൊക്കെ ഒരു മടിയായിരിക്കും, ആലസ്യമായിരിക്കും. അങ്ങനെ നിസ്കരിക്കണം, ളുഹർ കഴിഞ്ഞു, ബാങ്ക് കൊടുത്തു, ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു, എന്നാലും അവന്റെ മനസ്സിൽ പിശാച് പറയും അസർ നിസ്കരിക്കുന്ന ആളാണ്, പക്ഷെ അവന്റെ മനസ്സ് പറയും അസർ വരെ സമയമുണ്ടല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചും കൂടി കഴിയട്ടെ. ഈ ഒരു തഖാസുൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ആ അദ്ദഖാഖ് റഹിമഹുല്ലാ എന്നോടും നിങ്ങളോടും വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണബോധം നമ്മുടെ ജീവിതത്തിന്റെ കൂടെയുണ്ടാകുമ്പോ എല്ലാ നന്മയിലേക്ക് മുന്നേറാനും തിന്മകളോട് രാജി പറയാനും. നമ്മുടെ കയ്യിലൊക്കെ മൊബൈലില്ലേ? ആ മരണബോധത്തോടുകൂടി ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്ക് നിങ്ങള്. ആ മരണബോധം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിൽ ഒന്ന് ഞാനും നിങ്ങളൊന്ന് ചാറ്റ് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളത് മാത്രം മതി എന്ന് നമ്മുടെ മനസ്സ് പറയും. ഇല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. വൃത്തികേടുകൾ കാണുമ്പോ അവിടെ ഒന്ന് സ്റ്റക്കായി നിന്ന് പോകും. അടുത്തതിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പിശാച് പണിയെടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവന്റെ മനസ്സ് പറയും മോശാട്ടോ ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ കാണുന്നത് മോശമാണ്, ഞാൻ ഈ ചെയ്യുന്നത് മോശമാണ്, ഞാൻ ഈ ചാറ്റിംഗ് നടത്തുന്നത് മോശമാണ്. പക്ഷെ അവന്റെ മനസ്സിനെ പിടിച്ചു വെക്കാൻ അവന് കഴിയുന്നില്ല. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, ചെറുതിൽ നിന്ന് വലിയ തിന്മയിലേക്ക് അവൻ പതുക്കെ പതുക്കെ ആപതിച്ചു പോകും.
പിന്നീട് അവൻ ആളുകൾ കണ്ടാൽ പ്രശ്നമില്ല, കുടുംബം അറിഞ്ഞാൽ പ്രശ്നമില്ല, എല്ലാവർക്കും അറിയാം ഞാൻ മോശമാണെന്ന്. ഇനിയിപ്പോ ഞാൻ നന്നായിട്ട് എന്താ കാര്യമെന്ന് പിശാച് അവന്റെ മനസ്സുകൊണ്ട് പറയിപ്പിക്കും. അവന് നന്മയിലേക്ക് വിളിക്കുന്ന കൂട്ടുകാരോട് പറയും അവൻ തുറന്ന്, ഞാനൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ഏർപ്പാട് പൈശാചികമായ രീതിയിൽ ഉണ്ടാകുമെന്ന് പണ്ഡിത ലോകം നമ്മളെ വിശദീകരിക്കുമ്പോ നന്മയിലേക്ക് മുന്നേറാനുള്ള കഠിന പരിശ്രമമാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത്. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഇങ്ങനെ ഇരിക്കുമ്പോ വേറെയും സഹാബികളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു പറയുകയാണ്, കുൻതു മഅ റസൂലില്ലാ, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാള് അങ്ങോട്ട് ഇങ്ങനെ കടന്നു വന്നു. ഫസല്ലമ, എന്നിട്ട് സലാം പറഞ്ഞു. അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് കൈ കൊടുത്ത്, നബിയാണ് ആദ്യം ആ നബിയുടെ മുമ്പിലേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞ് ഞാനുമുണ്ട് കൂടെ. അങ്ങനെ ഈ സഹാബി കയറി വന്നു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ. അത് ചോദിക്കാനായി അൻസാർ കൂട്ടത്തിൽപ്പെട്ട സഹാബി നബിയുടെ മുമ്പിലേക്ക് വന്നത്. ആരാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അഫ്ളലായ മുഅ്മിൻ ആരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖാല അഹ്സനുഹും ഖുലുഖാ, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്. നിസ്കാരം നോമ്പും തൗഹീദൊക്കെ ആക്കിയ പിന്നെ സ്വഭാവം ഉണ്ടായിട്ട് കാര്യമുള്ളൂ, അത് വേറെ. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്. നിസ്കാരമുണ്ട്, തൗഹീദൊക്കെ ഉണ്ട്, പെരുമാറാൻ അറിയില്ല, വർത്തമാനം പറയാൻ അറിയില്ല. ഒരാളൊന്ന് ചോദിക്കുമ്പോഴേക്ക് കയറുകയാണ്. ഭാര്യക്ക് എന്തോ സംസാരിക്കണമെന്നുണ്ട്, പേടിയാണ്. മക്കൾക്ക് വാപ്പാനോടെന്തോ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പേടിയാണ്. ജ്യേഷ്ഠന് അനിയനോട്, അനിയന് ജ്യേഷ്ഠനോട് ഒരു കാര്യം പറയണമെന്നുണ്ട്, അതിനിങ്ങനെ തക്കവും സമയമൊക്കെ നോക്കി കാത്തിക്ക. ഇപ്പൊ പറയാൻ പറ്റുന്ന മൂടല്ല. അതൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അയാളോട് സംസാരിക്കാൻ പറ്റൂല. ഇപ്പൊ എന്തോ ഒരു സ്വഭാവത്തില്ല. സ്വഭാവം വളരെ മോശമുള്ള ആളുകള്. നിസ്കാരത്തിന്റെ അടയാളുണ്ട്, പെരുമാറാൻ അറിയില്ല, മാന്യമായി സംസാരിക്കാൻ അറിയില്ല, കസ്റ്റമറോട് സംസാരിക്കാൻ അറിയാത്ത ആളുകളുണ്ട്, അല്ലേ? എന്നിട്ട് ഷോപ്പിൽ കച്ചവടം ഇല്ലാണ്ട് കാര്യമുണ്ടോ? മാന്യമായി സംസാരിക്കണം, മാന്യമായി പെരുമാറണം. പള്ളി ഭാരവാഹികൾ, സെക്രട്ടറിയാ, പ്രസിഡന്റാ, കാര്യം പറയാൻ മഹലിൽ ആളുകൾ വരുമ്പോ ഏത് സമയത്ത് വിളിച്ചാലും അതിന് കൃത്യമായ റെസ്പോൺസ് കൊടുക്കണം. അവന്റെ ഉത്തരവാദിത്തം, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തവരാണ് ഭാരവാഹികൾ. അതുകൊണ്ടൊരു കാര്യം പറയുമ്പോ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. മാന്യമായി അറിയില്ലെങ്കിൽ മാന്യമായി ഇടപെടണം. വീട്ടിലേക്ക് യാചിച്ചു വരുന്നവരോട് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ആട്ടിയൊടിക്കരുത്, നല്ല വാക്ക് പറയണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ സ്വഭാവത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവമുള്ള മുഅ്മിനാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ ആള്. ഖാല, അദ്ദേഹം വീണ്ടും തുടർന്നു, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്. നബിയേ, അതെനിക്ക് മനസ്സിലായി. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാ? ഏറ്റവും ബുദ്ധിയുള്ള ആള് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പ്രവാചകരെ? സഹാബി ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഖാല അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. ഈ രണ്ട് കാര്യം ചെയ്യുന്നവരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആള്. മരണത്തെ ധാരാളമായി ഓർക്കുകയും മരണാനന്തരമുള്ള ലോകത്തിന് ഒരുക്കം നടത്തുകയും ചെയ്യുന്നവരാണ്. എന്താ പറഞ്ഞത് ഉത്തരം? ആരാ നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ? ഇവിടെ ഡോക്ടറേറ്റ് ആള്, ഇവിടുത്തെ സയന്റിസ്റ്റ്, ഇവിടെ ഏറ്റവും വലിയ IAS നേടിയ നമ്മളെ കൂട്ടത്തിലെ ഒരാൾ, ഭയങ്കര ബുദ്ധിയാണ്. ശരി, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, ആരാ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആള്? മരണത്തെ ധാരാളമായി ഓർക്കുക, മരണാനന്തരമുള്ള ലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് മോന് MBBS സീറ്റ് കിട്ടാൻ, എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയച്ചതുപോലെ നാളെയുടെ ലോകത്ത് സ്വർഗത്തിലൊരിടം കിട്ടാൻ എൻട്രൻസ് കോച്ചിങ്ങിനേക്കാൾ അപ്പുറമുള്ള കോച്ചിങ് എനിക്ക് ആവശ്യമാണ് എന്ന് തീരുമാനിച്ച് പണിയെടുക്കുന്നവരാരോ അവരാ നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിയുള്ളവൻ. കാരണം ഈ ലോകത്ത് ചിലപ്പോ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി റാങ്ക് ലിസ്റ്റിൽ വന്നു, അവൻ MBBS ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ കിട്ടാനുള്ള മാർക്ക് കിട്ടി, പക്ഷെ പൂർത്തിയാക്കുമെന്നത് ഉറപ്പ്? 1-ാം വർഷം മരിച്ചാലോ? പൂർത്തിയാക്കി ആ വർഷം മരണപ്പെട്ടാലോ? പൂർത്തിയാക്കുമെന്ന എന്താ ഉറപ്പ്? എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത പരലോകത്തിലെ സ്വർഗം എന്ന് പറയുന്ന ഇച്ഛിക്കുന്നതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാം, അഭിലഷിക്കുന്നതെല്ലാം തരുന്ന ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് ബുദ്ധിയുള്ളവനെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ,
മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ബുദ്ധിയുള്ളവരായി മാറുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി മാറുക. ഇവിടെ കുറെ ആളുകൾ കളിയാക്കും, പരിഹസിക്കും. ചിലപ്പോ കച്ചവടം പൊളിഞ്ഞെന്ന് വരും, ബിസിനസ്സിൽ പ്രയാസം ഉണ്ടായെന്ന് വരും, വീട് സ്വപ്നം കണ്ടതുപോലെ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെന്ന് വരും. മോളെ നാം വിചാരിച്ച പോലെ കല്യാണം കഴിച്ച ശേഷം അങ്ങനെയൊന്നും ആയിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയേക്കാം, തോന്നിയേക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെടരുത്, നമ്മുടെ പരലോകം നഷ്ടപ്പെടരുത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ലൗ അന്നൽ ബഹായിമ തഅഖിലു മിനൽ മൗതി മാ തഅഖിലുൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണ്. മാ അകല മിൻഹാ സമീന, മാ അകല മിൻഹാ സമീന, മാ അകൽതും മിൻഹാ സമീന, മാ അകൽതും മിൻഹാ സമീന. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നാക്കാലികൾ നിങ്ങളെപ്പോലെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, മനുഷ്യരെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു മരണബോധം, ഒരു മരണം മൃഗങ്ങൾ ചിന്തിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ. സുഫിയാൻ റഹിമഹുല്ല പറയാണ്, നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ മൃഗങ്ങൾക്കെങ്ങാനും മരണബോധമുണ്ടായിരുന്നെങ്കിൽ മാ അകൽതും മിൻഹാ സമീന, ഒരു തടിച്ച മൃഗത്തെയും നിങ്ങളാരും ഭക്ഷിക്കുമായിരുന്നില്ല. എന്താണ് പറഞ്ഞത്? ഒരു തടിച്ച മൃഗത്തെയും നിങ്ങൾക്ക് അറുക്കാൻ കിട്ടുമായിരുന്നില്ല, തിന്നാൻ കിട്ടുമായിരുന്നില്ല. ഉദ്ഹിയത്തിന് കൊടുന്ന് കെട്ടിയിട്ടതാ പോത്തിനെ, ആടിനെ, കാളെ, അറിയില്ല അരമണിക്കൂർ കഴിഞ്ഞ് അറുക്കാനാണ്. അതിനുവേണ്ടി വാങ്ങിയതാണ് 10 ദിവസം മുമ്പ് കേട്ടോ. അവിടെ 10 ദിവസം കഴിഞ്ഞാൽ എന്നെ അറുക്കും എന്നറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പുല്ലത് തിന്നുമായിരുന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന വെള്ളം അത് കുടിക്കുമായിരുന്നില്ല, നിങ്ങൾ കൊണ്ടുപോയി തീറ്റ കിട്ടാൻ വേണ്ടി കെട്ടിയിട്ട സ്ഥലത്ത് അത് മേയുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മരണബോധം നാക്കാലികൾക്ക് അല്ലാഹു കൊടുത്തിരുന്നെങ്കിൽ തടിച്ച ഒരു മൃഗത്തെയും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, മനുഷ്യർക്കറിയാം അടുത്ത സെക്കൻഡിൽ ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം, എന്നിട്ടും തിന്മയിലേക്ക് മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുമ്പോ ചിലപ്പോ അവിടെ വെച്ച് മരിപ്പിക്കാം, അങ്ങനെ സംഭവിക്കാം, എന്നിട്ടും പോകുന്നു. മൊബൈലിൽ വൃത്തിയേട് ഇങ്ങനെ കാണുമ്പോ, ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു പിടുത്തം ഹൃദയത്തിൽ, നെഞ്ചിന് വന്ന് ഒരു വേദന വന്ന് തളർന്നു വീണേക്കാം. കൂട്ടുകുടുംബങ്ങൾ, ഞാൻ അവസാനം കണ്ട ഭാഗങ്ങളൊക്കെ കണ്ട് എന്റെ മയ്യത്ത് നീക്കിയേക്കാം. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോ വൃത്തികേട് ആലോചിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഒരുപക്ഷെ എന്റെ ബന്ധുക്കൾ വാതിൽ ചവിട്ടി തുറന്ന് എന്റെ മയ്യത്ത് പുറത്തെടുക്കേണ്ടി വന്നേക്കാം. ഈ ഒരു ബോധം മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ, പക്ഷെ മനുഷ്യനുണ്ട്, മരിക്കുന്നറിയാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. ഇപ്പൊ ഉടനെ മരിക്കാമെന്ന് ആലോചിക്കുന്ന അവസ്ഥ മനുഷ്യനുണ്ട്, പക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എന്നാൽ മൃഗങ്ങൾക്ക്, നിങ്ങൾക്ക് കിട്ടിയ മരണബോധം പോലെ ഒരു മരണബോധം ഉണ്ടായിരുന്നെങ്കിൽ അവർ പിന്നെ തിന്നാൻ റെഡിയാകുമായിരുന്നില്ല, കുടിക്കാൻ റെഡിയാകുമായിരുന്നില്ല. ഇതാണ് പണ്ഡിതൻ പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ ഖുതുബയിൽ ആകെ ഉദ്ദേശിച്ചത് ഒരു മരണചിന്ത നമ്മുടെ കൂടെ ഉണ്ടാവണം, ഒരു മരണബോധം. കച്ചവടത്തെ കുറിച്ച് ആലോചിക്കണില്ലേ നമ്മള്? ബിസിനസിനെ കുറിച്ച് ആലോചിക്കണില്ലേ? സ്റ്റോക്ക് തീർന്നിനെ കുറിച്ച് ആലോചിക്കണില്ലേ? ഉണ്ട്. പുതിയ ഷോപ്പിനെ കുറിച്ച് ആലോചിക്കണില്ലേ? പുതിയ വീടിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? ഉള്ള റൂം കുറച്ചുകൂടി വലുതാകണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? ഉണ്ട്. എന്നതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവനാണല്ലോ ഞാൻ, അതിനുവേണ്ടി എന്ത് സ്റ്റോക്കാ എന്റെ കയ്യിലുള്ളത് എന്നാലോചിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ചിന്തിക്കണേ, ആലോചിക്കണേ എന്ന് മാത്രം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അല്ലാഹു തആല ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗത്തും ദീനി ഇസ്ലാമിക ചിന്തയുടെ അല്ലെങ്കിൽ ദീനി ബോധത്തിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ വേദനിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ആരോഗ്യവും ആശ്വാസവും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹ്. എത്രയോ മാസങ്ങളായി പലസ്തീൻ ചർച്ച ചെയ്തു കുറെ ആളുകൾ, പക്ഷേ അതൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ പതുക്കെ അവസാനിച്ചു. പ്രാർത്ഥന പോലും നിലച്ചു പോയൊരവസ്ഥയിലേക്ക് അക്രമം തുടരുന്നു, ഇന്നും മരിക്കുന്നു, കുട്ടികൾ മരിച്ചു വീടുന്നു. അല്ലാഹു അവർക്ക് നീ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ വഹി പ്രകാരം പഠിപ്പിച്ചതുപോലെ ജൂതലോബികൾ നട്ടോട്ടം ഓടുന്ന ഒരു സമയം വരാനുണ്ട്.
മരങ്ങളും ചെടികളും വരെ വിളിച്ചു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവേ, ആ കഠിന ശത്രുക്കളിൽ നിന്ന് ഈ പാപപ്പെട്ട ഉമ്മത്തിനെ, സഹോദരിമാരെ, കുട്ടികളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ. ലോകത്തിന്റെ ഇവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന, വീട്ടിൽ കിടക്കുന്ന എത്രയോ രോഗികൾ, അവരെ പരിചരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, അല്ലാഹു അവർക്കൊക്കെ നീ ആശ്വാസം കൊടുക്കണേ അല്ലാഹ്. രോഗശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മിമ്പറിൽ ഖുത്ബ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി അസുഖത്തിൽ അങ്ങനെ തുടരുന്നു. എന്നാൽ കുറെയൊക്കെ ഭേദമായി തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അല്ലാഹു അദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ ഈ ദഅവാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ കുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, എല്ലാം നിനക്കറിയാം. അവർക്കൊക്കെ നീ ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين.